വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 444. ഭരണഘടനാ മൂല്യങ്ങളാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തെ സവിശേഷമാക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. കോടിക്കണക്കിന് പൗരന്മാർ അവരുടെ വോട്ടവകാശം ഉപയോഗിച്ച് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ലോകത്ത് തന്നെ വളരെ അപൂർവമാണ്. ഭാഷ, മതം, സംസ്കാരം, ഭക്ഷണരീതി തുടങ്ങി അനവധി വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം ശക്തമായി നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി ഭരണഘടനയിലാണ്. എല്ലാവർക്കും സമത്വവും അവകാശങ്ങളും ഉറപ്പാക്കുന്ന ഭരണഘടനയാണ് രാജ്യത്തെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഭരണ സംവിധാനം ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തമാക്കുന്നു. ജനാധിപത്യം എന്നത് വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം, നിയമത്തിന്റെ മുന്നിൽ സമത്വം, മാധ്യമ സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നിവയെല്ലാം ചേർന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. ഈ മൂല്യങ്ങൾ നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ട്. അതിനാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നത് ഒരു വിശേഷണം മാത്രമല്ല, അത് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു മഹത്തായ പൈതൃകമാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കി ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറുമ്പോഴാണ് ഇന്ത്യയുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത്. പലപ്പോഴും ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഊണും ഉറക്കവും ഒഴിച്ചു കഴിയുന്ന പട്ടാളക്കാരുടെ സംഭവബഹുലമായ ജീവിതം അധികമാരും ഓർക്കാറില്ല. രാജ്യം സുരക്ഷിതമായി നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന പട്ടാളക്കാരെക്കുറിച്ച് ഓർക്കാനും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും കൂടി റിപ്പബ്ലിക് ദിനത്തെ ഉപയോഗപ്പെടുത്തണം. 32 വർഷത്തെ സ്തുത്യർഹ സൈനിക സേവനത്തിന് ശേഷം രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടി വിരമിച്ച വിജയമന്ത്രത്തിന്റെ സ്ഥിരം ശ്രോതാവായ ഷാജഹാൻ എന്ന പട്ടാളക്കാരനാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം എനിക്ക് അയച്ച ഞാനും എൻ്റെ പട്ടാള ജീവിതവും എന്ന കുറിപ്പ് രാജ്യസേവനം നടത്തുന്ന പട്ടാളക്കാരുടെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവമാണ് വരച്ചുവെക്കുന്നത്. കാശ്മീർ താഴ്വരയിലും ശ്രീനഗറിലുമൊക്കെ താൻ അനുഷ്ഠിച്ച സംഭവബഹുലമായ സേവനവും അങ്ങോട്ടുള്ള യാത്രയുമൊക്കെ അദ്ദേഹത്തിന്റെ വൈകാരികമായ കുറിപ്പിന്റെ ആത്മാംശം അടയാളപ്പെടുത്തുന്നതാണ്. താനും സഹപ്രവർത്തകരും അനുഭവിച്ച ത്യാഗോജ്വലമായ സംഭവങ്ങൾ വിവരിക്കുക മാത്രമല്ല, രാജ്യം കാക്കുന്ന പട്ടാളക്കാരോടുള്ള പൊതുജനങ്ങളുടെ സമീപനം മാറുകയും ഇന്ത്യ നമ്മുടേതെല്ലാമാണെന്ന വികാരത്തിന് കരുത്ത് പകരുകയും വേണമെന്നും അദ്ദേഹം കുറിപ്പിലുടനീളം ആവശ്യപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി പണിയെടുക്കുന്ന ഓരോരുത്തരെയും നാം നന്ദിയോടെ ഓർക്കണം. പൂനെയിൽ നിന്നും 2002 മാർച്ച് 12-നാണ് ഷാജഹാനും സഹപട്ടാളക്കാരും ജമ്മുവിലേക്കുള്ള ജലം എക്സ്പ്രസ് എന്ന ട്രെയിനിൽ കയറുന്നത്. പട്ടാളക്കാർ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിന് കണ്ണീർ എക്സ്പ്രസ് എന്നും പറയാറുണ്ടത്രേ. ട്രെയിൻ പുറപ്പെടാൻ നേരം തന്റെ സഹധർമ്മിണി പ്ലാറ്റ്ഫോമിൽ ബോധം കെട്ട് വീഴുന്നതും 2 മക്കളും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ധീരനായ പട്ടാളക്കാരന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. എങ്കിലും അല്പം ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എന്തു വില കൊടുത്തും രാജ്യസേവനത്തിന് പുറപ്പെട്ടതിൽ നിന്നും പിന്തിരിയരുതെന്നും താങ്കളുടെ ധീരമായ നിലപാടുകളും സേവനവും ഓർത്ത് ഞാൻ എന്നും അഭിമാനിക്കുമെന്നുമുള്ള സഹധർമ്മിണിയുടെ ആവേശോജ്വലമായ വാക്കുകളാണ് ഷാജഹാന് കരുത്തു പകർന്നത്. ഇത് തന്റെ മാത്രം അനുഭവമല്ലെന്നും വ്യക്തിപരവും കുടുംബപരവുമായ സങ്കീർണമായ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഓരോ പട്ടാളക്കാരനും കടന്നുപോകുന്നതെന്നും പട്ടാളക്കാരന്റെ കുറിപ്പ് അടയാളപ്പെടുത്തുന്നു. രാജ്യത്തിനു വേണ്ടി സകലതും സമർപ്പിക്കുന്ന, രാജ്യം കാക്കുന്ന പട്ടാളക്കാരെയും കൂടി ഓർക്കാൻ റിപ്പബ്ലിക് ദിനം ഉപയോഗപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. 1950-ൽ ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ഈ ദിനം രാജ്യത്തിന്റെ ജനാധിപത്യ ആത്മാവിനെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ ദിനമാണ്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം സ്വയം ഭരണഘടന രൂപപ്പെടുത്തി ജനങ്ങളുടെ കൈകളിൽ അധികാരമേൽപ്പിച്ച രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ അടയാളമാണ് റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനം നമ്മോട് ആദ്യം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെയും അതോടൊപ്പം വരുന്ന ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദരത്വം എന്നീ മൂല്യങ്ങളാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. മതം, ജാതി, ഭാഷ, മേഖല തുടങ്ങിയ വ്യത്യാസങ്ങളെ മറികടന്ന് എല്ലാവരും ഒരേ രാഷ്ട്രത്തിന്റെ പൗരന്മാരാണെന്ന ബോധം റിപ്പബ്ലിക് ദിനം ശക്തിപ്പെടുത്തുന്നു. ഈ ദിനം രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച വീരന്മാരുടെ ത്യാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ത്യാഗഫലമായാണ് നമുക്ക് ഇന്ന് സ്വതന്ത്രമായി ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമൊക്കെ സൗകര്യം നൽകിയത്.
അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വെറും ചടങ്ങുകളായി മാറാതെ ദേശസ്നേഹവും സാമൂഹിക ഉത്തരവാദിത്തവും വളർത്തുന്ന അവസരങ്ങളായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ റിപ്പബ്ലിക് ദിനം നൽകുന്ന മറ്റൊരു സുപ്രധാന സന്ദേശം വികസനവും മൂല്യങ്ങളും ഒരുമിച്ച് മുന്നേറണം എന്നതാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും സാമ്പത്തിക വളർച്ചയും മാത്രമല്ല, മനുഷ്യമൂല്യങ്ങളും നൈതികതയും സാമൂഹിക നീതിയും കൂടി ഉറപ്പാക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം യഥാർത്ഥത്തിൽ മഹത്തായതാകുന്നത്. അതിനാൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം നമ്മെ പഠിപ്പിക്കുന്നത് നല്ല പൗരന്മാരായി മാറാൻ ഭരണഘടനയുടെ ആത്മാവിനെ മാനിക്കാനാണ്. ഓരോ ഇന്ത്യക്കാരനും സ്വന്തം കർത്തവ്യങ്ങൾ സത്യസന്ധതയോടെ നിർവഹിക്കുമ്പോഴാണ് ശക്തവും ഐക്യവുമായ ഇന്ത്യ സൃഷ്ടിക്കപ്പെടുന്നത്. റിപ്പബ്ലിക് ദിനം നൽകുന്ന ഈ സന്ദേശം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കുക തന്നെയാണ് ഈ ദിനത്തോടുള്ള ഏറ്റവും വലിയ ആദരം. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വിശാലവും സമഗ്രവുമായ ഭരണഘടനകളിൽ ഒന്നാണ്. കോടിക്കണക്കിന് ജനങ്ങൾ വ്യത്യസ്ത ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും പിന്തുടരുന്ന ഒരു രാജ്യത്തെ ഏകോപിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്ന ശക്തമായ അടിസ്ഥാനമാണ് ഇത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദരത്വം എന്നീ മൂല്യങ്ങളാണ്. നീതി എന്നത് സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നതാണ്. സ്വാതന്ത്ര്യം എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, ജീവിതാവകാശം തുടങ്ങിയ അടിസ്ഥാനാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പ്രകടമാകുന്നു. സമത്വം എല്ലാ പൗരന്മാർക്കും നിയമത്തിനു മുന്നിൽ തുല്യ പദവി ഉറപ്പാക്കുന്നു. സഹോദരത്വം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ശക്തിപ്പെടുത്തുന്ന മനുഷ്യബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭരണഘടന പൗരന്മാർക്ക് അവകാശങ്ങൾ നൽകുന്നതിന് പുറമെ കർത്തവ്യങ്ങളും നിർദ്ദേശിക്കുന്നു. രാഷ്ട്രത്തെ ആദരിക്കുക, പൊതുസമ്പത്ത് സംരക്ഷിക്കുക, സാമൂഹിക സൗഹാർദ്ദം നിലനിർത്തുക തുടങ്ങിയ കർത്തവ്യങ്ങൾ നല്ല പൗരത്വത്തിന്റെ അടയാളങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ കാതൽ മനുഷ്യ ഗൗരവത്തിന്റെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും സംരക്ഷണമാണ്. ഈ ആത്മാവിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് ഭരണഘടന ജീവിക്കുന്ന ഒരു ശക്തിയായി മാറുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.